നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നുള്ള മേഖലയിൽ നിന്നുമുള്ള നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. എന്ന് വെച്ചാൽ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാരതഭൂമിയിൽ കണ്ടുവരുന്ന സസ്യജാലങ്ങൾ ഏതാണെന്നും അത് എന്തുകൊണ്ട് ഇവിടെ കാണപ്പെടുന്നുവെന്നും അതിവിടെ കാണപ്പെടുന്നതിന് അനിവാര്യമായ കാലാവസ്ഥ ഘടകങ്ങൾ, ഭൂപ്രകൃതി എന്നിവയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നൈസർഗിക സസ്യജാലങ്ങൾ കൂടുതലായി തിങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ തിങ്ങി വളരുന്ന അവസ്ഥാവിശേഷണത്തിനാണ് നമ്മൾ വനസമ്പത്ത് എന്നും പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വനസമ്പത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആസേതു ഹിമാചലം എന്ന് പറയുന്നത് നമുക്കറിയാം. ആസേതു ഹിമാചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ സേതുബന്ധനം നടത്തിയ സ്ഥലമെന്ന് നമുക്കറിയാം അല്ലെ. കന്യാകുമാരി അല്ലെങ്കിൽ രാമേശ്വരം മുതൽ അങ്ങോട്ടാണെന്ന് നമുക്കറിയാം അല്ലേ. അല്ലെങ്കിൽ സമുദ്രം മുതലാണെന്നറിയാം. സേതുബന്ധന സമുദ്രം. അപ്പോൾ സമുദ്രം മുതൽ ഹിമാലയ പർവ്വതം വരെയുള്ള ആ ഒരു മേഖലയാണ് ഈ ആസേതു ഹിമാചലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്നും അതെന്തുകൊണ്ട് കാണപ്പെടുന്നുവെന്നും അവിടെയുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ് എന്താണ് നമ്മുടെ ഇവിടെയുള്ള വന സമ്പത്താണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള വനങ്ങളല്ലേ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ വനത്തിനെയും നമ്മൾ പ്രത്യേകം നാമകരണം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്നുള്ളത്. എവർഗ്രീൻ ഫോറസ്റ്റ് നമുക്കറിയാമെന്നറിയാം, നിത്യഹരിത വനങ്ങൾ എന്നാണ് പറയുന്നത്. നിത്യഹരിത വനങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ മരത്തിൽ എപ്പോഴും ഇലകൾ ഉണ്ടായിരിക്കും, പച്ചപ്പുള്ള ഇലകൾ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇല പൊഴിഞ്ഞു വീഴില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ആ മരത്തിൻ്റെ മുകളിൽ ഇലകൾ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. പൊഴിഞ്ഞു വീണ് കഴിഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ ഇലകൾ അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിത്യഹരിതം എന്ന വാക്ക് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ സെമി എവർഗ്രീനും ഉണ്ട് അല്ലേ, അർദ്ധ നിത്യഹരിത വനങ്ങളുമുണ്ട്. ഇത് കാണപ്പെടുന്ന മേഖല എവിടെയാണ്? ഉഷ്ണ മേഖലയാണ്. ഉഷ്ണമേഖല എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എവിടെയാണ്? 0 ഡിഗ്രി ഭൂമധ്യരേഖയ്ക്കും നമ്മുടെ രേഖകളുണ്ടല്ലോ, ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും എല്ലാം 23 ഡിഗ്രിയാണ്. അപ്പോൾ ആ 23 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, അതാണ് നമ്മൾ ഈ പറയുന്ന ഏത് രേഖ എന്ന് പറയുന്നത്? നമ്മുടെ ഉത്തരായന രേഖയും ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കൂടി ചേരുന്ന മേഖലയാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ മേഖലയിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ, സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലെ പ്രത്യേകത എന്താണ്? ഇവിടെ ഈ വനങ്ങൾ കാണപ്പെടുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മറ്റൊന്നുമല്ല, എന്തായിരിക്കാം? അവിടെ മഴ വളരെ കാര്യമായിട്ട് ലഭിക്കുന്ന ഒരു മേഖല, മഴ വളരെ കാര്യമായിട്ട് ലഭിക്കുന്ന ഒരു മേഖലയാണത്. എന്ന് വെച്ചാൽ ഏകദേശം 200 സെൻറ്റിമീറ്ററിന് മുകളിലാണ് മഴ ലഭിക്കുന്നത്. അപ്പോൾ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. പിന്നെയോ ഇവിടെ കാണപ്പെടുന്ന ആ വനവിഭവങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ഈട്ടി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഈട്ടി, കരിവീട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈട്ടിയുണ്ട്, ആഞ്ഞിലിയുണ്ട്, മഹാഗണിയുണ്ട്, എബണിയുണ്ട്, മരുതുമുണ്ട്, കരിമരുത്, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മരുതും എബണിയും മഹാഗണിയും ഈട്ടിയും ആഞ്ഞിലിയും മുതലായ മരങ്ങൾ കാണപ്പെടുന്ന ഒരു മേഖലയുണ്ട്. ഈ മേഖല എവിടെയെന്ന് ചോദിച്ചാൽ അത് നിത്യഹരിത വനങ്ങളിലാണ് കാണപ്പെടുന്നത്. പിന്നെയോ ഇവിടെ ജീവജാലങ്ങളുമുണ്ട്. ഏതെല്ലാം ജീവജാലങ്ങൾ വെച്ചാൽ നമുക്കറിയാമല്ല, സിംഹവാലൻ കുരങ്ങ് ഇവിടെയുണ്ട്, സിംഹവാലൻ കുരങ്ങ്. പിന്നെയോ ആനയുണ്ട്, സിംഹവാലൻ കുരങ്ങുണ്ട്. വിവിധ തരത്തിലുള്ള പാമ്പുകളുണ്ട്, ഷഡ്പദങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ ജീവി വർഗങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് നമ്മുടെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന മേഖല. ഇതെവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. ഇത് കാണപ്പെടുന്ന മേഖല പശ്ചിമഘട്ടം അല്ലെ. പശ്ചിമഘട്ടം നമുക്കറിയാം കേരളത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത്, കിഴക്കേ ഭാഗത്ത്, തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്ത്. എവിടെയാണ് ഈ പശ്ചിമഘട്ടം? പശ്ചിമം എന്ന് തോന്നുമ്പോൾ നമുക്ക് പടിഞ്ഞാറായിട്ട് തോന്നും. എന്നാൽ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്, എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് അല്ലേ. അപ്പോൾ നമ്മുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന സഹ്യാദ്രി മലനിരകളുണ്ടല്ലോ, അതാണ് പശ്ചിമഘട്ടം. ഇത് 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം,
തമിഴ്നാട്, ഇങ്ങനെയുള്ള 6 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ചെരിവിൽ നിത്യഹരിത വനങ്ങളെ കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലും കർണാടകത്തിലും ഈ പറയുന്ന നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ 7 സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മേഖല, അതായത് ആസാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് കോമൺ ആയിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ 7 സിസ്റ്റേഴ്സിലും നിത്യഹരിത വനങ്ങളുണ്ട്. അതിനു പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണുന്ന ഇന്ത്യയുടെ ദ്വീപ്, 200-ന് മുകളിലുള്ള ദ്വീപുകളുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കാണപ്പെടുന്നുണ്ട്. ഏത്? ഈ പറയുന്ന നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 200 മീറ്ററിന് മുകളിൽ മഴ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. അടുത്തത് നമുക്ക് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഉണ്ടല്ലോ. ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എന്ന് വെച്ചാൽ ഉഷ്ണമേഖലയാണ് എന്നറിയാം. ഡെസിഡ്യൂസ് എന്ന് വെച്ചാൽ എന്തായിരിക്കാം? ഇല പൊഴിക്കുന്ന മരങ്ങളാണ്. അതായത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ചില മരങ്ങൾ നന്നായിട്ട് ഇല പൊഴിക്കാറുണ്ട്. വേനൽക്കാലത്ത് വീടിൻ്റെയൊക്കെ മുറ്റം തൂത്തുവാരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കറിയാം എന്തായിരിക്കാം, മറ്റ് സമയങ്ങളേക്കാൾ കൂടുതലായിട്ട് ഇല പൊഴിഞ്ഞ് വീഴാറുണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക്. അങ്ങനെ ഇലകൾ അമിതമായിട്ട് പൊഴിക്കുന്ന ധാരാളം മരങ്ങൾ, ആ മരങ്ങളെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് നമ്മൾ ഇലപൊഴിയും വനങ്ങൾ ഉള്ള മേഖല അഥവാ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതെവിടെ കാണപ്പെടുന്നത്? ഉഷ്ണമേഖലയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്ന ഇലപൊഴിയും വനങ്ങളുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മഴയുണ്ടോ? മഴയുണ്ട്. 70-നും 200-നും ഇടയിലാണ് മഴ. അപ്പോൾ 70 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന മേഖലയാണ് ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന മരങ്ങളുടെ പ്രത്യേകത എന്താണ്? അവിടെ തേക്ക് മരമുണ്ട്. തേക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? തേക്ക് മരമുണ്ട്. സാലവൃക്ഷമുണ്ട് അല്ലേ? സാലവൃക്ഷമുണ്ട്, സാൽമരമുണ്ട്. ചന്ദനമരങ്ങളുണ്ട് അല്ലേ? ചന്ദനമരങ്ങളുണ്ട്, സാലവൃക്ഷമുണ്ട്, തേക്കുണ്ട്. മുളയും നെല്ലിയുമുണ്ട്. അപ്പോൾ മുള, നെല്ലി, തേക്ക്, സാല്, ചന്ദനം മുതലായ മരങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. എവിടെയാണ്? ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ധാരാളം ജീവിവർഗ്ഗങ്ങളുണ്ട് അല്ലേ? ഇവിടെ കാണപ്പെടുന്ന ജീവിവർഗ്ഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മാനുണ്ട്, മുയലുണ്ട്, കാട്ടുപോത്തുണ്ട്, ആനയുണ്ട് അല്ലേ? ഭക്ഷണ പദാർത്ഥങ്ങൾ ഹോട്ടലിൽ പറയുന്ന പോലെ ഉണ്ട് അല്ലേ? അപ്പം മാൻ, മുയൽ, കാട്ടുപോത്ത്, ആന, പുലി, കടുവ. അപ്പം ആനയും പുലിയും കടുവയും, മാനും മുയലും കാട്ടുപോത്തും. മാൻ, മുയൽ, കാട്ടുപോത്ത്, ആന, പുലി, കടുവ എന്നിവ ഇവിടെ വളരുന്നുണ്ട്. പിന്നെയോ ഇത് കാണപ്പെടുന്ന മേഖല എവിടെയാണ്? ഹിമാലയത്തിൻ്റെ തെക്കൻ മേഖലയിൽ കാണപ്പെടുന്നു. ഹിമാലയ താഴ്വരയിലാണ് കാണപ്പെടുന്നത്. പിന്നെയോ പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ ഭാഗത്തും അതേപോലെ കിഴക്കേ ചെരുവിലും കാണപ്പെടുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര മുതലായ മേഖലകളിൽ കാണപ്പെടുന്നു. പിന്നെ ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അല്ലേ? ദണ്ഡകാരണ്യം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഏകദേശം ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മുതലായ മേഖലയുണ്ടല്ലോ, ആ മേഖലയാണ് നമ്മൾ ദണ്ഡകാരണ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ദണ്ഡകാരണ്യ വനമേഖലയിലും ഈ പറയുന്ന വൃക്ഷലതാദികൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ 70-നും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്നതും തേക്ക്, സാലവൃക്ഷങ്ങൾ, ചന്ദനമരം, മുള, നെല്ലി എന്നിവ വളരുന്നതും ആന, മാൻ, മുയൽ, കാട്ടുപോത്ത്, പുലി, കടുവ എന്നിവ കാണപ്പെടുന്നതും ആയിട്ടുള്ള ഹിമാലയൻ മേഖലയിലും പശ്ചിമഘട്ടത്തിലും ദണ്ഡകാരണ്യത്തിലുമുള്ള വന നിരകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് അഥവാ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്രേണിയിലേക്ക് നോക്കാം. അതായത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയും. ട്രോപ്പിക്കൽ എന്താണെന്ന് മനസ്സിലായി? ഉഷ്ണമേഖലയെ ആണ് നമ്മൾ ട്രോപ്പിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. തോൺ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിച്ചെടികൾ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തായിരിക്കാം, 20 അടിയിൽ താഴെ മാത്രം വളർച്ചയുള്ള കാടുകളെയാണ് നമ്മൾ തോൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് 3 നാൾ പൊക്കത്തിൽ മാത്രം വളരുന്ന വനങ്ങൾ അല്ലെങ്കിൽ ചെടികൾ, അതിനെയാണ് നമ്മൾ തോൺ ഫോറസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുക. അതിൽ താഴെയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് 50 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന മേഖലയിലുള്ളതാണ്. അല്ല, 50 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന മേഖലയിലാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെല്ലാമുണ്ട്? ഈന്തപ്പന,
വേപ്പ് അല്ലേ, വേപ്പൊക്കെ നമ്മൾ വേപ്പ് മരമായിട്ട് വളരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, 3-4 പൊക്കത്തിലൊക്കെ വളരാറുണ്ട്. ഈന്തപ്പനയും അത്രയിൽ അല്ലേ. പിന്നെയോ പരുക്കൻ പുല്ലുകൾ കാണപ്പെടുന്നുണ്ട്. അക്വേഷ്യ കുറച്ച് ഉയരത്തിൽ കാണപ്പെടും. അപ്പോൾ നമ്മൾ നോക്കിയാൽ 50 സെൻറ്റിമീറ്ററിന് താഴെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണിത് അല്ലേ. അക്വേഷ്യയുണ്ട്, പരുക്കൻ പുല്ലുകളുണ്ട്, ഈന്തപ്പന, വേപ്പ് എന്നിവ ഈ ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മൃഗങ്ങൾ എന്തൊക്കെയാണ്? ഒട്ടകം, കഴുകൻ, പരുന്ത്, പിന്നെയോ പലതരത്തിലുള്ള ഉരകങ്ങൾ, പാമ്പുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, അവിടെ വളരുന്ന ചെടികളാണ് കുറ്റിക്കാടുകൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഉഷ്ണമേഖലാ കുറ്റിക്കാടുകൾ അഥവാ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈന്തപ്പനയും വേപ്പും അക്വേഷ്യയും പരുക്കൻ പുല്ലുകളുമൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഒട്ടകമുണ്ട്, കഴുകനുണ്ട്, പരുന്തുണ്ട്, പലതരം ഉരകങ്ങളുണ്ട്. ഇവയൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇതെവിടെയാണ് കാണപ്പെടുന്ന മേഖലകൾ? ഇത് കാണപ്പെടുന്ന മേഖലകളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും ഒക്കെ കാണപ്പെടുന്ന വനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് അഥവാ കുറ്റിച്ചെടികൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത 4ാമത്തെ ഫോറസ്റ്റുകളെ കുറിച്ച് നോക്കിയാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് സ്വാമ്പ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ചതുപ്പ് നിലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ വളരുന്ന ഫോറസ്റ്റുകളെയാണ് നമ്മൾ സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ. ഈ സ്വാമ്പ് ഫോറസ്റ്റുകൾ വളരണമെന്നുണ്ടെങ്കിൽ നല്ല ജലാംശം വേണം, നല്ല മഴ വേണം. അത്തരത്തിൽ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുണ്ടോ എങ്കിൽ മാത്രമേ ഈ സ്വാമ്പ് ഫോറസ്റ്റുകൾക്ക് വളരുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള കണ്ടൽ വനങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ചില ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ പേരുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അത് ഏതെല്ലാമെന്ന് ചോദിച്ചാൽ സുന്ദരി വനങ്ങൾ അല്ലേ, സുന്ദരി വനങ്ങൾ, അഗർ വനങ്ങൾ അല്ലേ, സുന്ദരി ട്രീസ്, അഗർ ട്രീസ്, എന്തിനാണ് ബന്ദി, കണ്ടൽ ചെടികൾ, ഇവയൊക്കെ എന്തിനുദാഹരണമാണ്? നമ്മുടെ ഈ സ്വാമ്പ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കണ്ടൽ കാടുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടൽ കാടുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലേ. ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ കാവേരി ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലേ, കാവേരി ഡെൽറ്റ എന്ന് പറയുന്നത് എവിടെയുണ്ട്? നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് അല്ലേ കാവേരി ഡെൽറ്റ എന്ന് പറയുന്നത്. ഏകദേശം ഏഷ്യയിലുള്ള കണ്ടൽ വനങ്ങളിൽ 7% എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് കാണപ്പെടുന്നതാണ്. ഏഷ്യയിലുള്ള കണ്ടൽ വനങ്ങളിൽ 7% ഇന്ത്യയിലാണ്. കാര്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിൽ തന്നെ അല്ലേ കണ്ടൽ വനങ്ങൾ എത്രയുണ്ട്? 7% ഇന്ത്യയിലുണ്ട്. ഇന്ത്യയേക്കാൾ കൂടുതൽ കണ്ടൽ വനങ്ങൾ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളതാണ് ഇന്ത്യയുടെ തൊട്ടടുത്തൊരു രാജ്യമാണ്, പേരിൽ ഇന്ത്യയുണ്ട്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്, പശ്ചിമ ബംഗാളിലാണ് അല്ല, വെസ്റ്റ് ബംഗാളിലാണ്. സുന്ദരവനം എന്ന് പറയുന്ന ആ ഡെൽറ്റയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഏതെല്ലാം ജീവജാലങ്ങൾ കാണപ്പെടുന്നു? അവിടെ ബംഗാൾ കടുവയെ കാണാൻ സാധിക്കും അല്ലേ, മുതലയെ കാണാൻ സാധിക്കും, ഡോൾഫിനുകളെ കാണാൻ സാധിക്കും. അപ്പം ബംഗാൾ കടുവയും മുതലയും ഡോൾഫിനും ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സ്വാമ്പ് ഫോറസ്റ്റുകൾ അഥവാ കണ്ടൽ വനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഏതെല്ലാം ഏരിയയിൽ കാണപ്പെടുന്നു? ബംഗാളിലെ സുന്ദരവനത്തിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഒഡീഷയിലെ ഭിത്തർകണിക നാഷണൽ പാർക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ഗോദാവരി കൃഷ്ണ ഡെൽറ്റയുണ്ട്. എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള ഗോദാവരി കൃഷ്ണ ഡെൽറ്റയിൽ കാണപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ പിച്ചവാരത്ത് കാണപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെയോ തമിഴ്നാട്ടിലെ തന്നെ കാവേരി ഡെൽറ്റ പ്രദേശത്തും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വനമാണ് ഏത് വനമെന്ന് പറയുന്നത്? നമ്മുടെ ഈ സ്വാമ്പ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലാണ്. ഏതാണ്ട് 9 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് കേരളത്തിൽ കണ്ടൽ വനങ്ങളുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കണ്ടൽ വനങ്ങളല്ല, സ്വാമ്പ് ഫോറസ്റ്റുകൾ എന്ന ആ വനങ്ങൾ ഉള്ളത്, ചതുപ്പ് നിലത്തിലെ വനങ്ങൾ കാണപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത് അല്ലേ. ഇനി നമ്മൾ അടുത്ത വനം ഏതെന്ന് നോക്കിയാൽ പർവ്വതവനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു അല്ലേ. പർവ്വതവനം എന്ന് വെച്ചാൽ എന്തായിരിക്കാം? മൗണ്ടൈൻ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത് പർവ്വതവനങ്ങൾക്ക്. അപ്പോൾ ആ പർവ്വതവനങ്ങൾ എവിടെ കാണപ്പെടും? പർവ്വതമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് നമ്മൾ പർവ്വതവനങ്ങൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പർവ്വതങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് പർവ്വതവനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ 60 സെൻറ്റിമീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കുന്നത് അല്ലേ. ബിലോ 60 സെൻറ്റിമീറ്ററാണ് മഴ. 60 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം ലഭിക്കണം എന്നുള്ളതിന് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇവിടെ കാണപ്പെടുന്ന മരങ്ങൾ ഏതൊക്കെയാണ്? ഓക്ക് മരം, ദേവദാരു മരം അല്ലേ, ചെസ്നട്ട് മരം, ഫിർ, പൈൻ മുതലായ മരങ്ങൾ. ഇതിൽ പൈൻ മരങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ദേവദാരു മരങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ.
അപ്പോൾ പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും ഒക്കെ കാണപ്പെടുന്ന മേഖല പർവ്വതങ്ങൾക്ക് മുകളിലാണ്. എന്നുവെച്ചാൽ ഇവിടെ മഞ്ഞ് കൂടുതലുണ്ടാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. മഞ്ഞ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മൗണ്ടൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ വനങ്ങൾക്ക് തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്ന സ്തൂപികാഗ്ര വനങ്ങൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ല പൈൻ മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ കാണപ്പെടുന്ന ജീവിവർഗ്ഗങ്ങൾ ഏതൊക്കെയുണ്ട്? കസ്തൂരിമാനുണ്ട്, ഹിമപ്പുലിയുണ്ട്, വരയാടുണ്ട്. അപ്പോൾ കസ്തൂരിമാനും ഹിമപ്പുലിയും വരയാടും ഒക്കെ എവിടെയാണുള്ളത്? ഈ പറയുന്ന മൗണ്ടൻ ഫോറസ്റ്റിലാണ് ഉള്ളത്. അല്ല, നീലഗിരി എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ നീലഗിരിയാണ് വരയാടുകളെ കണ്ടിട്ടുള്ളത്. ഇരവികുളം നാഷണൽ പാർക്കിൽ നീലഗിരി ഥാർ എന്ന് പറയുന്ന ആ വരയാടിനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് കാണപ്പെടുന്ന മേഖല ഇവിടെയാണ് അല്ലേ. ഇത് കൂടുതലും കാണപ്പെടുന്നത് ഇവിടെ ഹിമാലയൻ വനമേഖലയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാലയൻ റീജിയണിൽ കാണപ്പെടുന്ന ഒന്നാണ് മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്, പൂർവ്വഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് വിന്ധ്യ സത്പുര പർവ്വത നിരകളിൽ കാണപ്പെടുന്നത്. ഇവിടെയൊക്കെയാണ് ഈ മൗണ്ടൻ ഫോറസ്റ്റ് കാണപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത്. ലോകത്തിലെ ഈ പറയുന്ന പർവ്വതവനങ്ങളിൽ 7% ഉള്ളത് ഇവിടെയാണ്, ഇന്ത്യയിൽ തന്നെയാണുള്ളത് അല്ലേ. ഏകദേശം 6470 കിലോമീറ്റർ സ്ക്വയർ നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ഈ പറയുന്ന സ്വാമ്പ് ഫോറസ്റ്റിൻ്റെ അളവ് കേട്ടോ. സ്വാമ്പ് ഫോറസ്റ്റിൽ ഏകദേശം 7% ഇന്ത്യയിലുണ്ടെന്നും നമ്മുടെ ഇന്ത്യയിൽ ആകപ്പാടെ 6470 കിലോമീറ്റർ സ്ക്വയർ സ്വാമ്പ് ഫോറസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. മൗണ്ടൻ ഫോറസ്റ്റ് അല്ല, ചതുപ്പ് വനങ്ങളുടെ കണക്കാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ നോക്കിയാൽ വനങ്ങൾ എന്ന് പറയുന്ന 5 സെഗ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ വനങ്ങളും വനത്തിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. കാരണം അവരാണ് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് കൂടുതലും. പ്രത്യേകിച്ച് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ കൂടുതലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളവരാണ് ബ്രിട്ടീഷുകാരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1894 വനനയം വരുന്നത്. അപ്പോൾ 1894 വനനയം വരുന്നുണ്ട്. വനനയം അല്ല, ഫോറസ്റ്റ് പോളിസി വരുന്നത് 1894 ഈ 1894 വനനയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 1952 1984 വനനിയമം പുനഃപരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ വനനിയമം പുനഃപരിശോധിക്കപ്പെട്ട കാലഘട്ടമാണ് 1952. അതേപോലെ 1984. അപ്പോൾ 1952 84 വനനയം റിവ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ റിവ്യൂ ചെയ്ത വനനയം അത് 1952 വനനയമാണ്. അതിലാണ് കൃത്യമായിട്ടൊരു കണക്ക് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ 1/3 ഭാഗം വനസമ്പത്തുണ്ടായിരിക്കണം. അതായത് നമ്മുടെ അടിസ്ഥാന വനവിസ്തൃതി എന്ന് പറയുന്നത് 33% ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിച്ച വനനിയമം ആണ് 1952 വനനിയമം എന്ന് പറയുന്നത്. എന്നാൽ ലേറ്റസ്റ്റായിട്ട് 2021 കണക്ക് പ്രകാരം നമുക്ക് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 24.62% മാത്രമേ നമുക്ക് വനമുള്ളൂ. അപ്പം നിലവിൽ ഇന്ത്യയുടെ വനവിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ 24.62%. നമുക്ക് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ് കേട്ടോ. മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ശതമാന കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വനത്തിൽ ശതമാനക്കണക്കിൽ വനമുള്ളത് അതേന്ന് വെച്ചാൽ അത് മിസോറാമിലാണ്. ഏറ്റവും കൂടുതൽ ശതമാനം വനമുള്ളത് മിസോറാമിലാണ്. ഇനി വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഏരിയ വൈസിൽ ഏറ്റവും കുറവുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലാണ്. ശതമാന കണക്കിൽ ഹരിയാനയിലാണ്. കേന്ദ്രഭരണ പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ് ഇപ്പോൾ ഉള്ളത്. ശതമാന കണക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ശതമാനം അത് ലക്ഷദ്വീപിലാണ്. കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ചണ്ഡീഗഡാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന വിസ്തൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടുന്നത്. ലോകത്തിൻ്റെ വനവിസ്തൃതിയുടെ വെറും 2% മാത്രമേ ഇന്ത്യയിലുള്ളൂ അല്ലേ. ലോകത്തിൻ്റെ വനവിസ്തൃതിയുടെ വെറും 2% മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്ത്യ ലോകത്തിൻ്റെ എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിച്ചാൽ 2.4% ഇന്ത്യയുള്ളത്. ലോകത്തിലെ ജനസംഖ്യയുടെ 17% ഇന്ത്യയിലാണ് ഉള്ളത് എന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ 1952 വന നയമാണ് പറഞ്ഞത് 1/3 ഭാഗം വനമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞത്. ഇനിയോ എക്കോളജിക്കൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച്, അതായത് നമ്മുടെ പാരിസ്ഥിതിക സ്ഥിരത ഉണ്ടാവണമെന്ന് പറയുന്നത് 1988 വന നിയമമാണ്. 1988 വന നിയമമാണ് എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി അതൊക്കെ ഊന്നൽ കൂടുതൽ കൊടുത്തത്. അതേപോലെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വനനിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് 2018 തയ്യാറാക്കിയത്. അപ്പോൾ 2018 വനനിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷനെ കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2018
നിയമം അല്ലെങ്കിൽ ഫോറസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ വനം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യത്തെ ആഴ്ച ഒരു ഉത്സവം നടത്താറുണ്ട്. ആ ഉത്സവത്തിന് നമ്മൾ പറയുന്ന ഒരു വനമഹോത്സവം എന്നാണ് പറയുന്നത്, അല്ലെ? വനമഹോത്സവം. നമ്മുടെ ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുവാൻ ആരാണ് മുൻകൈ എടുത്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നവരാണ്. നമ്മുടെ ആദ്യത്തെ വനം വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത ഭാരതീയ വിദ്യാഭവൻ എന്ന് പറയുന്ന സ്കൂളുകളൊക്കെ സ്ഥാപിച്ച ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് നമ്മളുടെ ആമുഖത്തിന് വിശേഷിപ്പിച്ച KM മുൻഷി. അദ്ദേഹമാണ് വനമഹോത്സവം ആരംഭിച്ചത്. 1950 വനമഹോത്സവം ആരംഭിച്ചത്. എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യത്തെ ആഴ്ച വനമഹോത്സവമായിട്ടാണ് ആചരിക്കുന്നത്. എന്നാൽ ഈ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അറിയിക്കുക. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വനം മുറിക്കാൻ വരുമ്പോൾ ആ മരത്തെ ആലിംഗനം ചെയ്ത് നിന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് വനം അല്ലെങ്കിൽ മരം സംരക്ഷിക്കാൻ നോക്കിയ ഒരു വിഭാഗമുണ്ട്. അവരാണ് ബിഷ്ണോയികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂരിലെ രാജാവിന് അദ്ദേഹത്തിൻ്റെ പുതിയ കൊട്ടാരം നിർമ്മിതിക്ക് മരങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ ആ മരങ്ങൾ വെട്ടുന്നതിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ സേവകന്മാരെ അയച്ചപ്പോൾ ആ ജോധ്പൂരിലെ വനിതകളാണ് ഈ വനം അല്ലെങ്കിൽ മരം സംരക്ഷിക്കുന്നതിന് വേണ്ടി മരങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് ഞങ്ങളെ വധിച്ചിട്ട് മാത്രമേ ഈ വനങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ നിങ്ങൾക്ക് മുറിക്കുവാൻ ഞങ്ങൾ അനുവാദം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. 1730കളിലാണ് ഈ പ്രതിഷേധം നടന്നത്. രാജസേവകന്മാർ എന്ത് ചെയ്തു? ഈ പ്രതിഷേധവുമായി എത്തിയ ആളുകളെ വധിച്ചതിന് ശേഷം വനം മുറിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിന് നേതൃത്വം കൊടുത്തത്, വനസംരക്ഷണത്തിനല്ല മരങ്ങൾ സംരക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു വനിതയാണ്. അവരുടെ പേരാണ് അമൃതാദേവി ബിഷ്ണോയി എന്ന് പറയും. 2001 മുതൽ അമൃതാദേവി ബിഷ്ണോയി എന്ന് പറയുന്നൊരു പുരസ്കാരമൊക്കെ നമ്മുടെ നാട്ടിൽ നൽകി വരുന്നുണ്ട് കേട്ടോ. 2001 മുതൽ AB വാജ്പേയിയുടെ ഗവൺമെൻറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ അമൃതാദേവി ബിഷ്ണോയി പുരസ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തിയത്. ഇതേ പാത പിന്തുടർന്നുകൊണ്ട് മറ്റൊരു പ്രസ്ഥാനമുണ്ടായി. അത് 1973 കാലഘട്ടങ്ങളിലാണ്. സുന്ദർലാൽ ബിഹുഗുണയുടെ നേതൃത്വത്തിൽ ഉത്തരാഖണ്ഡിലെ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് ഒരു പേപ്പർ പൾപ്പ് കമ്പനിക്കെതിരായിട്ട്, ആ കമ്പനി മരം മുറിക്കുന്നതിനെതിരായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചിപ്കോ ആന്തോളൻ അല്ലെങ്കിൽ ചിപ്കോ പ്രസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചിപ്കോ പ്രസ്ഥാനം 1973 ഉത്തരാഖണ്ഡിലാണ്. സുന്ദർലാൽ ബിഹുഗുണയാണ് അതിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ ഇതേപോലെ തന്നെ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ കർണാടക സംസ്ഥാനത്തിലെ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിൽ ഇതേപോലൊരു മൂവ്മെൻറ്റ് നടന്നിരുന്നു, ഒരു പ്രക്ഷോഭം നടന്നിരുന്നു. വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തപ്പെട്ട ആ പ്രക്ഷോഭത്തിൻ്റെ പേരായിരുന്നു അപ്പിക്കോ പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പിക്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് എന്തായിരുന്നു? പാണ്ഡുരംഗ ഹെഗ്ഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. പാണ്ഡുരംഗ ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു പ്രകൃതി സ്നേഹിയുടെ നേതൃത്വത്തിലായിരുന്നു ചിപ്പിക്കോ പ്രസ്ഥാനം അല്ലെങ്കിൽ അപ്പിക്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ അതേ മാർഗങ്ങളിൽപ്പെട്ടൊരു പ്രസ്ഥാനം അതാണ് അപ്പിക്കോ പ്രസ്ഥാനം. കർണാടകയിലാണ് നടന്നത്. 1983 നടന്നത്. അപ്പോൾ ഈ വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഈ വനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ചില സുപ്രധാനമായ നിയമങ്ങളെക്കുറിച്ചുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ വന്നിട്ടുള്ളൊരു നിയമം അതായിരുന്നു ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1927 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന നിയമം നിലവിൽ വരുന്നത്. അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇതും വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 നിലവിൽ വരുന്നത്, അല്ലേ? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഇനി ഇതേപോലെ പ്രൊജക്റ്റ് ടൈഗർ ഉണ്ട്. പ്രൊജക്റ്റ് ടൈഗർ 1973 കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ആശയത്തോടു കൂടിയിട്ട് പ്രൊജക്റ്റ് ടൈഗർ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ പ്രൊജക്റ്റ് ടൈഗർ 1973 വരുന്നത്. അതേപോലെ മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നത് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ, വനസംരക്ഷണ നിയമം എന്ന പേരിൽ 1980 ഒരു നിയമം വന്നല്ലേ, വനസംരക്ഷണ നിയമം 1980. മറ്റൊന്ന് 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടാണ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അത് പരിസ്ഥിതി സംരക്ഷണ നിയമം. അത് നിലവിൽ വരുന്നത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വരുന്നത്. ഇതേപോലെ പ്രൊജക്റ്റ് എലഫൻറ്റ്, അല്ലേ? ആന എന്ന് പറയുന്നതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ആന സംരക്ഷണ നിയമം അല്ലെങ്കിൽ പ്രൊജക്റ്റ് എലഫൻറ്റ് വരുന്നത് 1992. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒരു നിയമം വന്നിരുന്നു. അതാണ് 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമം.
അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, പ്രൊജക്റ്റ് ടൈഗർ 1973, ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ പോളിസി 1980, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, പ്രൊജക്റ്റ് എലഫൻറ്റ് 1992, ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 എന്നീ നിയമങ്ങളും പ്രത്യേകം നമ്മൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചത് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയൊരു ക്ലാസ്സാണിത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.